NTA-യിൽ ക്രമക്കേടിൽ NTA-യിൽ ഉണ്ടായ വീഴ്ചകളിൽ ഇടപെട്ട കേന്ദ്ര സർക്കാർ എന്നതാണ് മാതൃഭൂമി ന്യൂസ്. ബിഗ് ബ്രേക്കിംഗ്. 47 പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു. പി ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, ഈ വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ പിന്നാലെ NTA മൊത്തത്തിൽ അഴിച്ചു പണിയുകയാണോ സർക്കാർ? അതായത് പ്രധാന രാജിയെല്ലാം മറിച്ച് NTA-യിലെ ഒരു NTA നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക, അതിലെ അഴിച്ചുപണി, അതാണ് പ്രധാനമെന്നതാണോ സർക്കാരിന്റെ നിലപാട്? ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ആണ്. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം NTA തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഇടപെടൽ അല്ലെങ്കിൽ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത് എന്നുള്ളതാണ്. ഏകദേശം 20ഓളം ദേശീയ പൊതുപ്രവേശന പരീക്ഷകൾ നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അതായത് നീറ്റിന് പുറമെ JEE മെയിൻസ് ഉണ്ട്, QAT ഉണ്ട്, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ പല പ്രധാനപ്പെട്ട ഈ പരീക്ഷകൾ നടത്തുന്നത് NTA ആയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് അതിൽ ഇടപെട്ടിരിക്കുന്നത്. 47 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇതിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ പങ്കുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം. പ്രധാനമായിട്ടും ഈ പരീക്ഷാ നടത്തിപ്പിലെ ഈ പുറം ജോലികൾ നൽകുന്ന വിഭാഗത്തിലാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഘടനാപരവും സാങ്കേതികപരവുമായ ചില പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പരീക്ഷാ നടത്തിപ്പിലെ മേൽനോട്ടം, അതായത് ഒരു ഓവർസൈറ്റ് ജോബ് NTA കൊണ്ട് അത് ശക്തിപ്പെടുത്താനുള്ള നടപടിയെടുക്കും. പരീക്ഷയുടെ സുതാര്യത, അതിന്റെ സുരക്ഷയും വിശ്വാസ്യതയും ശക്തമാക്കുക തുടങ്ങിയ നടപടികളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിശദമായ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ അറിയിക്കും. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.